സർ, ഞാൻ 2ാം വർഷം മലയാള ഡിഗ്രിക്കായിട്ടൊരു അഡ്മിഷന് വേണ്ടി വന്നതാ. അപ്പോൾ ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. തന്റെ സ്വഭാവം നല്ലതോ ചീത്തയോ എന്നറിയാതെ ഞാൻ എങ്ങനെയാ തനിക്ക് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് തരിക? സർ, അത് തനിക്ക് ഇവിടെ ഏതെങ്കിലും സാറന്മാരെ അറിയാമോ? ജയശങ്കർ മാഷെ അറിയാം. നന്നായിട്ട് അറിയാം. അല്ല, സാറിന്റെ കഥയും ലേഖനവും വായിച്ചുള്ള പരിചയമുള്ളൂ, അല്ല അത് നേരിട്ട് പരിചയമില്ല. ഇതായിരിക്കുന്നു, ചെല്ല്. വാ. ഹലോ സർ. എന്താ പേര്? നിഖിൽ RS. എന്താ കാര്യം? സാർ, ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ഓക്കെ. 2nd ഇയർ അഡ്മിഷന് വേണ്ടി വന്നതാ സർ. ഓക്കെ. പേരെന്താ പറഞ്ഞു? നിഖിൽ RS. നിഖിൽ RS. മലയാളി മങ്കി. ആഹാ, കൃഷ്ണപ്രിയക്കണ എന്തൊരു ഭംഗി. ഇന്ന് തിരുവാതിരയാണോ? അല്ല, ഇന്ന് ഒപ്പന. അയ്യോ അയ്യോ, എന്റെ തുളസി നോക്കടാ. ഷടാ, വെള്ള തുളസിടാ. തുളസി അല്ല, ഇത് പിടിച്ചേ. തുളസി. പിടിച്ചു. പിടിക്ക്. ഈ വെള്ളം തന്നെ. താങ്ക്സ്. അതെനിക്ക് കുടിക്കാനുള്ള വെള്ളം. ആദ്യം ഇതിന്റെ ദാഹം തീരട്ടെ, എന്നിട്ട് മതി നിന്റെ. എടി, കുറച്ചൊക്കെ എവിടെ തീർക്കല്ലേ. ദാഹിക്കില്ലേ ഇതിന്? ഇരിക്കുന്നു നോക്കിക്കേ. ഇന്നാ, ഇനി നീ വെച്ചോ. താങ്ക് യു. ബുക്ക് എനിക്ക് വീശണം. നിനക്ക് വീശില് കുറച്ച് കൂടുതലാ. ഞാൻ അവർ കയറുന്നില്ല. മോളു. ഡിയർ ഫ്രീക്കന്മാരെ ആൻഡ് ഫ്രീക്കുകളെ, കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ FBയില് ഒരു പോസ്റ്റിന് പോലും നിങ്ങൾ ഒരു ലൈക്കോ ഒരു കമന്റോ ചെയ്തിട്ടില്ല. നോക്ക് കണ്ട, ചെയ്തിട്ടുണ്ടാ? ചെയ്യില്ല. എനിക്കറിയാം. നിങ്ങളിങ്ങനെ പ്രതികരണശേഷി ഇല്ലാതായി പോയ നല്ല ഫ്രണ്ട്സ് ആയ കാരണം ഞാൻ എന്റെ 2 ഡ്രോപ്സ് വാല്യുബിൾ കണ്ണുനീർ ഇവിടെ ഒഴുക്കിക്കൊണ്ട് ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. എന്താടി ഫസ്റ്റ് ഡേ എന്നെ കൊളവാക്കലുണ്ടല്ലോ, എറിഞ്ഞിട്ട്. സാരില്ല. പാട്ടാടിയത്. നിന്റെ ഉപ്പാന്റെ പുതിയ പാട്ടാ? അയ്യോ, പുതിയ പാട്ട് റിലീസായ ആൽബത്തിന് പാട്ടെഴുതി എന്റെ ഉപ്പാനെ നാട്ടുകാർ ഗൾഫിലേക്ക് പറഞ്ഞു. എന്നാലും ഇവിടെ ഉള്ളവർക്ക് ഇപ്പോഴും സമാധാനമില്ല. പോടാ, ഇനി പത്തിരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞേ വീട്ടിലേക്ക് വാ. ഞാനിത് ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടേ? അല്ല മുത്തേ, അത് ഉമ്മാന്റെ പത്തിരിയും ബിരിയാണി. അതുമായിട്ട് ഈ പാട്ട് കൂട്ടിക്കുഴക്കല്ലേട്ടാ. ഇവനേതാ? ഇതേത് ശശിയാടാ ഞാൻ ഇരുന്ന് ഉറങ്ങണ സീറ്റ് കയറിയിരിക്കണത്? സോറി, ഞാൻ നിഖിൽ പുതിയ അഡ്മിഷനാ. ന്യൂ കമറാ? വാ വന്ന് പരിചയപ്പെടുത്ത്. ഓ, വരൂ. അല്ല, ഈ ബുക്ക് എന്റെ വേറെ ബുക്കില്ല. ചെല്ല്, പോയി പരിചയപ്പെടുത്ത്. ആ ചെല്ല്. ഹായ്, ഞാൻ നിഖിൽ. ഞാൻ ഫസ്റ്റ് ഇയർ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെന്നൈ IITയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞാൻ മലയാളം ഡിസ്കണ്ടിന്യൂ ചെയ്ത് ടെക്നോളജിയിലേക്ക് മാറി. പിന്നെ ഇവിടെ കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ തന്നെ എനിക്ക് വിദേശത്ത് ജോലിയും തരപ്പെട്ടതാ. പക്ഷെ മലയാളം ഡിഗ്രി പൂർത്തിയാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പൊ ഞാൻ അതിനുവേണ്ടി ജോലി കിട്ടാനല്ലേ ഇക്കാലത്ത് റിസ്ക്. അതും വേണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് വന്നത് വലിയ മണ്ടത്തരമായി പോയി. ഈ ജോലിയൊക്കെ നമുക്ക് പിന്നെയും കിട്ടില്ലേ, പക്ഷെ ഇതുപോലത്തെ കോളേജ് ലൈഫ് നമുക്ക് വീണ്ടും കിട്ടില്ല. പിന്നെ ഈ IITയുടെ പഠനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഭാരമായിരുന്നു. അവിടെ ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്സും കൂട്ടായ്മകളൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനാ. ഇതിപ്പോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തീഹാർ ജയിലിലേക്ക് ഒന്നല്ലേ പോയല്ലേ? ഹേയ്, അങ്ങനെ പറയരുത്. ക്യാമ്പസ് ഒരു പൂങ്കാവനമാണ്. ലൈഫിന്റെ അങ്ങേയറ്റം വരെ സൂക്ഷിച്ചു വെക്കാനുള്ള സുഗന്ധമുള്ള മെമ്മറീസ് നൽകുന്ന ഒരു കളർഫുൾ ഗാർഡൻ. അത് നമുക്ക് ഇപ്പോഴല്ലേ ആസ്വദിക്കാൻ പറ്റൂ. താങ്ക് യു. ചേട്ടാ, ഒരു മാറ്റമില്ലല്ലോ ഫുഡിന്. വെറുതെ കിട്ടുന്നല്ലടാ, തിന്നിട്ട് പോ. കിഷോർ 2000, പാലു 1500, ഹരിരൻ 860. കാശോ
തിന്നിട്ടല്ലോ കാശുകാരൻ്റെ. കഴിഞ്ഞ കൊല്ലം കഴിച്ചതിന് ഇടപാട് തീർത്തിട്ട് മതി പുതിയ ചായ കുടി കേട്ടോ. ഓ, പിന്നെ. മൊയ്തു കണക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇക്ക ഇതാ ഇതെന്താണ്? ഇത് പുതിയ ഡയറിയാ. ഇനിയുള്ള കണക്ക് ഇതിലെഴുതിക്കോ. എടാ ഇക്കണക്കിന് പോയാൽ ഞാൻ കട പൂട്ടി നാട് വിടേണ്ടി വരുമല്ലോ. കടപ്പൂട്ടാണെങ്കിൽ ഞാൻ എടുത്തോളാം. ഏട്ടാ കഴുത ഒരു ഉദാഹരണം പറയാനും വയ്യേ. പോടാ അവിടുന്ന്. ഇക്കണക്കിന് തന്തനും പേർക്ക് വാങ്ങുമല്ലോ. ഇക്ക ഇതാരാ പുതിയ അസിസ്റ്റന്റാ? അതെ, പുതിയ അസിസ്റ്റന്റാ. ഓൻ ബംഗാളിയാ. സുമേഷ് എന്നാ ഞാൻ വിളിക്കല്. പേരെന്തോ ബാനർജോ മൂക്കർജോ മറ്റെന്തോ. പഹന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. ഓന്റെ കയ്യിൽ നിന്ന് കട എടുത്തിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നതും നിങ്ങൾ ഞണ്ണിടതും. ഇക്ക അവസാനം നിങ്ങൾ ഇവിടെ ഇറക്കിട്ട് ചക്കൻ കട തുടങ്ങുമോ? ചിലക്കാതെ തിന്നയില് കാശ് കിട്ടിട്ട് പൈസ പുതിയൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. നേരോ ഇതൊക്കെ പറയണ്ട നേരത്തെ. നമ്മുടെ പ്ലാൻ ഏറ്റു നോക്കട്ടെ. സുമേഷേ ഒരു ചായയും വായ്പോ സ്പെഷ്യൽ ഇട്. ഇതൊരു പുതിയ നമ്പറാണ്. ഇത് ഇതുവരെ ഞാൻ കാണാത്ത സൈസാണ്. ഇതെന്താ മൊയ്തീന് പുതിയ ബോർഡൊക്കെ ബാങ്ക് ആക്കിയത്? അതെ മാഷ, ബാങ്ക് തന്നെ. ചായയും പലഹാരവും കട കൊടുക്കുന്ന ബാങ്ക്. ഈ ബോർഡ് കണ്ടിട്ടെങ്കിലും പഹന്മാര് പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. എവിടെ മാഷ് ഇരിക്കേ. അത് തിരക്കടില്ല. മാഷക്ക് ഒരു ചായ. ഗുഡ് മോർണിംഗ് സാർ. ആ തനിക്ക് ക്ലാസ് ഒന്നുമില്ലേ? ആ കഴിഞ്ഞു സാർ. ആ ദാ. അല്ല മൊയ്തീനെ, ആ പഴംപൊരിക്ക് എങ്ങനെയായോ? എന്ത് ചെയ്യാനാ മാഷെ, എല്ലാം ശരിയാവും. പിള്ളേർ കാശ് വരട്ടെ, അപ്പൊ റെഡിയാവും. തന്നെ. വാർത്തകൾ തുടരുന്നു. യൂത്ത് കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ യുവപ്രതിഭാ പുരസ്കാരത്തിന് നിഖിൽ ആർ എസ് എന്ന കോളേജ് വിദ്യാർത്ഥി അർഹനായി. AIT വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചെന്നൈയിലെ തെരുവ് ബാല്യങ്ങളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസം നൽകി പുനരധിവസിപ്പിക്കുന്ന ട്രൂത്ത് ഇന്ത്യ എന്ന യൂത്ത് മൂവ്മെന്റിന്റെ സജീവ പ്രവർത്തകനായിരുന്നു നിഖിൽ ആർ എസ്. പഠനത്തോടൊപ്പം സാമൂഹ്യ സേവന രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിഖിൽ യൂത്ത് കൾച്ചറൽ ഫോറത്തിന്റെ യുവപ്രതിഭാ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ഇപ്പോൾ KMS കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് നിഖിൽ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് സമൂഹം അവരെ ശ്രദ്ധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. നിഖിലിന് കിട്ടിയ ഈ അവാർഡ് ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥിക്കും പ്രചോദനമാകണം. ഈ കലാലയത്തിന്റെ പ്രശസ്തി ഇതോടെ ഒന്നുകൂടി ഉയർന്നിരിക്കുകയാണ്. കണ്ടൽക്കാട് വെച്ചുപിടിപ്പിക്കൽ, പരിസ്ഥിതി സംരക്ഷണം, പാലിയേറ്റീവ് പ്രവർത്തനം, ആദിവാസി ബോധവൽക്കരണം. നിഖിലിന്റെ പ്രൊഫൈൽ നിങ്ങളൊക്കെ മാതൃകയാക്കേണ്ടതാണ്. യൂത്ത് ഫോറം അവാർഡ് ജേതാവായ നിഖിലിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. താങ്ക് യു. In Rome a forum, Brutus says, be patient till the last. Romans, countrymen and lovers, hear me. എക്സ്ക്യൂസ് മീ സർ, Yes, മേ ഐ കം ഇൻ? yes, come in. For my cause, be silent, and you may hear. Believe me, in my honor and respect Oh, to thanks. mine honor, and you may believe. Stand up. Yes, yourself. Stand up. You stand up. അങ്ങോട്ട് മാറിയിരിക്കേ. സർ ഇത് ജനറൽ ക്ലാസ് അല്ലേ? അവിടെ എങ്ങും സ്ഥലമല്ലേ ഇരിക്കാൻ? അവിടെ പോയി ഇരിക്കാനല്ലേ പറഞ്ഞത്? എന്റെ ക്ലാസ്സിൽ മിക്സ്ഡ് ആയിരിക്കാൻ പറ്റില്ല. സാർ ഇവിടെ രണ്ടുപേരല്ലേ ഉള്ളൂ. എന്താ തനിക്ക് ഗേൾസിന്റെ കൂടെ ഇരുന്നാലേ പഠിക്കാൻ പറ്റൂ? മാറിയിരിക്കണോ? സാർ എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? Stop it. എന്നെ അനുസരിക്കാത്ത സ്റ്റുഡന്റ് എന്റെ ക്ലാസ്സിൽ വേണ്ട. Get out. Clear out. Just clear out. I say get out. ഫ്രണ്ട്സ്, ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ഇനി ക്ലാസ്സിൽ നിന്നല്ല ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയ പോലെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല.
എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡന്റ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇതിനൊരു തീരുമാനമുണ്ടായിട്ടേ ഞാൻ ഇനി ക്ലാസ് കയറും. അല്ലേലും അവനൊരു എല്ല് കൂടുതലാ. സാർ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. വിട്ട് കള മാഷേ, ഇത് നമ്മുടെ കുട്ടികളല്ലേ. കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ബെഞ്ചിലൊന്നും ഇരുന്ന് വിചാരിച്ചിട്ട് അതിന് സാറത്ര ചൂടാവുന്നത്. ക്ലാസ് മുറികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ല, ക്ലാസ്മേറ്റ്സ് മാത്രമേ ഉള്ളൂ. ക്ലാസ്മേറ്റ്സ്. അതൊന്നും നമ്മുടെ കോളേജിൽ പതിവില്ലാത്തതല്ലേ. അമിത സ്വാതന്ത്ര്യം കൊടുത്താൽ അവരത് മിസ്യൂസ് ചെയ്യും. ഈ ന്യൂജൻ പിള്ളേർ അത്ര ശരിയൊന്നും അല്ല സാറേ. താനൊക്കെ യൗവനത്തിലെ വാർദ്ധക്യം ബാധിച്ചവനായി പോയല്ലോ എന്റെ ശശാങ്ക ഭാഷേ. ഞാനൊരു കാര്യം പറയാം. കുട്ടികളെ ഒരു മതില് കെട്ടി വേർതിരിച്ചാൽ അവരത് ചാടിക്കടക്കും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ സഹോദരി സഹോദരന്മാര് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറില്ലേ, ഒരുമിച്ചിരുന്ന് സംസാരിക്കാറില്ലേ? ആ ലാഘവത്തോടുകൂടി എടുത്താൽ മതി ഇതിനെയും. ജയമാഷ് കുട്ടികളുടെ ചുമലിൽ കൈയിട്ട് നടക്കും, വേണ്ടി വന്നാൽ ഒരുമിച്ച് കള്ളും കുടിക്കും. പക്ഷെ ഞങ്ങളാരും അങ്ങനെയല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് അറിയായിട്ടല്ല. ഇതൊരു കോളേജായി പോയി. ജയമാഷിന്റെ അഭിപ്രായത്തോടാ ഞാൻ യോജിക്കുന്നത്. ഇത്തരം ചെറിയ വിഷയങ്ങളിൽ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. കാര്യങ്ങള് സമചിത്തതയോടെ കാണാനുള്ള കഴിവ് നമ്മുടെ അധ്യാപകർക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവര് കുട്ടികളെ കാട്ടിലും ചെറുതായാലും എങ്ങനെയാ? മാഷ് പ്രതികരിക്കണം. അതെ, ഞാൻ പറയാനുള്ളത് പറയും, നിങ്ങൾ കൂടെ നിൽക്കൂ. സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തരമായി ഈ PTA മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. പാർലമെന്റ് കൂടുന്ന സമയമായിട്ട് പോലും ഈ കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് നമ്മുടെ MP-യും ഈ കോളേജിന്റെ MD-യുമായ ശ്രീ ജോസഫ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മാനേജ്മെന്റിന്റെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.